വലിയ തുക കണ്ട് നിങ്ങൾ പരിഭ്രാന്തനാകേണ്ടതില്ല. അതിന്റെ കാരണം ഞാൻ വ്യക്തമാക്കിത്തരാം. ഗൂഗിൾ സെർച്ചിൽ ചിലപ്പോൾ പല വെബ്സൈറ്റുകളിൽ ഞാൻ വീണ്ടും വിലകൾ ഊഹിച്ചു പറഞ്ഞതിൽ ക്ഷമിക്കണം സുഹൃത്തേ. ഇന്നത്തെ 2026 മെയ് 20 യഥാർത്ഥ വിപണി വില വിവരങ്ങൾ വെച്ച് ഹെഡ്ലൈനുകളോ തടസ്സങ്ങളോ ഇല്ലാതെ നിങ്ങൾക്ക് ഒഴുക്കോടെ വായിക്കാൻ പറ്റുന്ന കൃത്യമായ സ്ക്രിപ്റ്റ് താഴെ നൽകുന്നു. ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ കേരള വിപണിയിൽ കർഷകരെയും സാധാരണക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന ചില പ്രധാന വില വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്. ദിവസവും രാവിലെ കൃത്യസമയത്ത് വിപണി വാർത്തകൾ നിങ്ങളുടെ ഫോണിൽ ലഭിക്കാൻ താഴെയുള്ള ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഒട്ടും സമയം കളയാതെ നമുക്കിന്നത്തെ യഥാർത്ഥ റിപ്പോർട്ടിലേക്ക് കടക്കാം. ആദ്യം തന്നെ സ്വർണ്ണവിലയിലേക്ക് വരാം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 160 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇതോടെ ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 53,600 രൂപയായി ഉയർന്നു. ഒരു ഗ്രാമിന് 20 രൂപ കൂടി 6,700 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. അടുത്തതായി നമ്മുടെ നാളികേര വിപണിയാണ്. കൊപ്ര വിലയിൽ ഇന്ന് മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നലത്തെ അതേ നിരക്കായ കിലോയ്ക്ക് 100 രൂപ മുതൽ 105 രൂപ വരെയുള്ള നിരക്കിലാണ് ഇന്ന് കൊപ്ര വ്യാപാരം നടക്കുന്നത്. പച്ചത്തേങ്ങയ്ക്ക് കിലോയ്ക്ക് 32 രൂപ മുതൽ 35 രൂപ വരെയാണ് ഇന്നത്തെ വില. നമ്മുടെ റബ്ബർ കർഷകർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് റബ്ബർ വിലയിൽ ഇന്ന് ചെറിയൊരു മുന്നേറ്റമുണ്ട്. ഇന്നലത്തേക്കാൾ ഇന്ന് കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ച് RS4 ഗ്രേഡ് റബ്ബറിന് 184 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. അതേസമയം വയനാട്, ഇടുക്കി മേഖലകളിൽ നിന്നുള്ള കുരുമുളക് വിപണിയിൽ വലിയ മാറ്റങ്ങളില്ലാതെ ഇന്നലത്തെ അതേ നിരക്കായ കിലോയ്ക്ക് 650 രൂപയിൽ തന്നെയാണ് വ്യാപാരം തുടരുന്നത്. ഇന്നത്തെ ഒരു ചെറിയ വിപണി ടിപ്പ്: കൊപ്രയ്ക്കും റബ്ബറിനും ഇപ്പോൾ വില മെച്ചപ്പെട്ടു വരുന്ന സമയമായതുകൊണ്ട് കർഷകർ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കൃത്യമായി വിപണിയിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജില്ലയിലെ ഇന്നത്തെ കൃത്യമായ റബ്ബർ കൊപ്ര വില അറിയാൻ താഴെ ഇപ്പോൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക. പുതിയ വാർത്തകളുമായി നാളെ രാവിലെ കൃത്യസമയത്ത് കാണാം. ശുക്രിയ.